Warm good morning to all friends. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 6ാമത്തെ ക്ലാസ്സിൻ്റെ അനാലിസിസ് ആണ്. ദാറ്റ് ഈസ് ദ റേസ് പാർട്ട് 4. ദ റേസ് എന്ന് പറയുന്ന ആ കഥയുടെ 4ാമത്തെ ഭാഗമാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് പാർട്ട്. നമ്മൾ ആസ് യൂഷ്വൽ വി ക്യാൻ സീ ഓൾ ദീസ് തിങ്സ് ഇൻ ദിസ് എപ്പിസോഡ്. ലെറ്റ് us മൂവ് ഓൺ. ഫസ്റ്റ് ലെറ്റ് us recap ദ സ്റ്റോറി സോ ഫാർ. നമുക്കതൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഓർമ്മ ഉണ്ട്, അത് വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വിഷയത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഏറ്റവും ചുരുക്കി പഠിക്കാൻ വേണ്ടി എങ്ങനെ തന്നത്, അതിൻ്റെ അവസാനത്തെ ആ സമ്മറിയും കൂടി കൂട്ടുമ്പോൾ അതിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ളൊരു സമ്മറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ പഠിക്കേണ്ട കുട്ടികൾക്ക് നമുക്ക് ഇതുവരെ വന്ന ക്ലാസ് തന്ന എല്ലാ കാര്യം കൂടി കൂട്ടിയിട്ട് പഠിച്ചാലും മതി. അതും ഇന്നത്തെ കാര്യം കൂടി കൂട്ടിയാൽ കുറച്ച് വിശദമായ സമ്മറി കിട്ടും. അപ്പോൾ നമുക്കറിയാം എന്താ കഥ. നമുക്കറിയാം, തരുൺ ഒരു ശരാശരി കുട്ടിയാണ്. അവനെപ്പോഴും അവൻ്റെ പേരൻസ് അവൻ്റെ ഒരു മന്ദഗതിയായ പ്രകൃതം, അതുപോലെ തന്നെ വളരെ താഴ്ന്ന ഗ്രേഡിൻ്റെയും പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ പ്രകൃതത്തിൻ്റെയും ആ ഗ്രേഡിൻ്റെയും പേരിൽ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും മോശമുള്ള ചിന്ത അവൻ്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കി. പക്ഷേ അവന് ഏറ്റവും നല്ല ഓട്ടക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും അതൊക്കെ. അതുപോലെ അവൻ്റെ ഒരു ശീലമാണ്, ഹാബിറ്റാണ്. എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ഓടുമായിരുന്നു, അതറിയാലോ. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഓടുമ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് പ്രസിദ്ധനായ വളരെ വിദഗ്ധനായ പിന്നെ അത്ലീറ്റും അതുപോലെ കോച്ചുമായ രാംനാരായണനെ കണ്ടുമുട്ടുകയും ആ രാംനാരായൺ അവൻ്റെ കഴിവിനെ ഓടാനുള്ള അവൻ്റെ കഴിവിനെ തിരിച്ചറിയുകയും അങ്ങനെ അവനെ ട്രെയിൻ ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താ അത്? ചിൽഡ്രൻസ് ഡേ ആയിട്ട് നടക്കുന്ന ഓട്ട മത്സരത്തിൽ എന്ത് ചെയ്യണം? വിജയിക്കണം എന്നുള്ളത്. അങ്ങനെ നമുക്കറിയാം അവനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തി കഴിഞ്ഞ ക്ലാസ്സിൽ അതാ കണ്ടത്. പിന്നെ ചിൽഡ്രൻസ് ഡേ ആയി, അവിടെ എല്ലാവരും ഓടാൻ റെഡിയായി നിൽക്കുകയാണ്. ഓട്ടം തുടങ്ങി. മുമ്പിലാരാണ്? തരുണാണ്. അവിടെ നമ്മൾ നിർത്തിയത്. നമുക്ക് ആ കഥ അറിയാം. ഇനി എന്താണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? Now see, we are going to read the next paragraphs. Before that, let us see the words, difficult words. കുറച്ച് വാക്കുകളേ ഉള്ളൂ, നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക. എഴുതിയെടുക്കും വേണം. ഷാളോ എന്ന് പറഞ്ഞാൽ നോട്ട് ഡീപ്പ് എന്നാണ്, ആഴം കുറഞ്ഞ എന്നാണ്. ഡീപ്പിൻ്റെ ആൻ്റണിമാണ്, ഓപ്പോസിറ്റാണ് ഷാലോ. പാത്ത് എന്ന് പറഞ്ഞാൽ നേരെ വഴി എന്ന അതിൻ്റെ അർത്ഥം. ഒരു വഴി, എ വേ ഓർ ട്രാക്ക്. ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, ഒരു ഇടിയാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. അതായത് നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അങ്ങനെ നടക്കും. നമ്മളെ കൺട്രോളല്ലാത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റാത്ത ദൗർഭാഗ്യകരമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണേത്, ഒരു പ്രയോഗമാണേത്. ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, അല്ലെങ്കിൽ ആസ് ഫേറ്റ് വുഡ് ഹാവ് ഇറ്റ് എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. ആസ് ഇറ്റ് ഹാപ്പൻസ് ഓർ ആസ് ലക്ക് വുഡ് ഹാവ് ഇറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഫ്രട്ട് എന്ന് പറഞ്ഞാൽ ടു വറി, വിഷമിക്കുക എന്നൊക്കെയാണ് ഫ്രട്ടിൻ്റെ അർത്ഥം. ടാലൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗിഫ്റ്റഡ് എന്നാണ്, കഴിവുള്ള എന്നുള്ള സെൻസാണ്. സ്ക്രീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല ഒച്ചത്തിൽ വിളിച്ച് പറയുന്നതിനാണ് സ്ക്രീം എന്ന് പറയാം. ബോ എന്ന് പറഞ്ഞാൽ വണങ്ങുക എന്നാണ്. അപ്ലോസ് കയ്യടിൻ്റെ സൗണ്ടാണ്, നമുക്കറിയാം. വാലർ എന്ന് പറഞ്ഞാൽ ബ്രേവറി, ധീരതയാണ്. ടഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫിക്കൽട്ട് എന്നാണ്. അഫ്രഷ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. ഹഗ് എന്ന് പറഞ്ഞാൽ ടു ഇംബ്രൈസ്, ആലിംഗനം ചെയ്യുക എന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കുക, നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, നൗ ലെറ്റ് us see the paragraphs. ശ്രദ്ധിക്കണേ നല്ല. ഓൺ ദ ട്രാക്ക് there was a shallow path. നിങ്ങൾക്കറിയാം, on the track in which Tarun was running there was a shallow path, a path which was not deep. അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ട്രാക്കിൽ വലിയ ആഴില്ലാത്തൊരു വഴി ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു താഴ്ചയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്ഡ്. എളുപ്പമാണല്ലോ, നിങ്ങൾ പറയും എന്തുകൊണ്ടാണ് തരുൺ ശ്രദ്ധിക്കാന്ന്. വൈ ഡിഡിൻറ്റ് തരുൺ നോട്ടീസ് ദാറ്റ് ഷാളോ പാത്ത്? ബിക്കോസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്. വളരെ വേഗത്തിൽ ഓടുകയായതുകൊണ്ട് തന്നെ തരുണത് ശ്രദ്ധിച്ചില്ല. വാട്ട് വാസ് ദ റിസൾട്ട്? ഹി സ്ലിപ്ഡ്. ഓം വഴുതി. റെഡി അല്ലേ? ബ്രീതിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം.
ദെൻ ബ്രീത്തിങ് ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കറക്കുന്ന മാതിരിയാണ് ഉദ്ദേശിക്കുന്നത്. വട്ട് ഡി ഹി സീ? ഹി സോ ദി അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. മറ്റു കുട്ടികൾ ഓനെ കടന്നു പോകുന്നത് കണ്ടു. പക്ഷെ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹി കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ. അപ്പം മനസ്സ് പറയാണ് ഒരിക്കലും പരാജയനാകാൻ പറ്റൂലെന്ന്. കാരണം എന്താ? ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, അതുകൊണ്ട് എന്താ ചെയ്തത്? വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. എണീറ്റോൻ എന്ത് ചെയ്തു? ഓടി. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ. ക്ലിയർ ആണല്ലോ. ബീങ് ക്വിക്ക് ടർൺ ഓവർ ടു എ ഫ്യൂ കിഡ്സ് ഹെഡ് ഓഫ് ഹിം. നല്ല വേഗത ഉള്ളത് കൊണ്ട് തന്നെ ഹി കുഡ് ഓവർടേക്ക് എ ഫ്യൂ ബോയ്സ് ഹെഡ് ഹിം. തൻ്റെ മുമ്പിലുള്ള കുറച്ച് കുട്ടികളെ അവൻ ഓവർടേക്ക് ചെയ്തു. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ് ഹി സ്ലിപ്പ്ഡ് വൺസ് അഗെയിൻ. വിധി നടക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു. ആ പ്രയോഗങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നടക്കണം എന്നുള്ളൊരു കാര്യം കാണിക്കാനാണ് നമ്മൾ ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, ആസ് ഫേറ്റ് വുഡ് ഹാവ് ഇറ്റ് എന്നൊക്കെ പറയും. നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ കാണിച്ചു തന്നു. എന്ത് വിധി നടന്നു? എന്താ ഉണ്ടായത്? ഹി സ്ലിപ്പ്ഡ് വൺസ് അഗെയിൻ. വീണ്ടും അവൻ സ്ലിപ്പ് ചെയ്ത് വീണു. റെഡി അല്ലേ? വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? എന്താ അവന് പറ്റുന്നത്? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല. റെഡി അല്ലേ? ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. വിഷമത്തോടുകൂടി ആൾക്കാരുടെ ആൾക്കൂട്ടത്തിൽ നോക്കിയപ്പോൾ ആരെ കണ്ടു അവന്? ഹി സോ ഹിസ് മദർ. കമോന, അമ്മയെ കണ്ടു. വാട്ട് വാസ് ഷീ സേയിങ്? ഷീ വാസ് സേയിങ് സംതിങ് ടു ഹിം. എന്തോ വിളിച്ചു പറയായിരുന്നു അമ്മ. എന്താ പറഞ്ഞത്? ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. എണീറ്റ് ഓട് മോനെ എന്ന അമ്മ വിളിച്ച് പറയുന്നത് അവൻ കേട്ടു. ദെൻ തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. വീണ്ടും എണീറ്റു. നല്ലോ ശ്രദ്ധിക്കേണ്ട. ഫസ്റ്റ് അവൻ സ്വന്തം അവൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു മോട്ടിവേഷനിലാണ്, ഇൻഡസ്ട്രിക് മോട്ടിവേഷനിലാണ് എണീറ്റ് ഓടുന്നത്. രണ്ടാമത്തെ അമ്മൻ്റെ മോട്ടിവേഷനാണ്. റെഡിയല്ലേ? സപ്പോർട്ടിലാണ്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. വീണ്ടും എണീറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ നൗ. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അത് അവന്. അതായത് ബാക്കിയുള്ള ആളുകളൊക്കെ എൻ്റെ മുമ്പിലായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ്. ഹി ഡിഡ് നോട്ട് ക്വിറ്റ്. ഓട്ടം നിർത്തിയില്ല. വൺസ് മോർ ഇറ്റ് ഓവർടുക്ക് സം ചിൽഡ്രൻ. വീണ്ടും കുറച്ച് കുട്ടികളൊക്കെ അവൻ ഓവർടേക്ക് ചെയ്തു. സിൻസ് ഹി വാസ് ഫ്രെറ്റിങ് എ ലിറ്റിൽ ടു മച്ച്. അവന് കൂടുതൽ ആദ്യം ഉണ്ടായിരുന്നു, കൂടുതൽ വറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി ഫെൽ എ തേർഡ് ടൈം. എന്ത് ചെയ്തു? അവന് മൂന്നാമതും വീണു. റെഡിയല്ലേ? ടീയേഴ്സ് വർ റോളിങ് ഡൗൺ ഹിസ് ചീക്ക്. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഉരുണ്ടൊഴുകാൻ തുടങ്ങി. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? എങ്ങനെ രാംനാരായൺ ട്രെയിനിങ് ഇട്ട് എങ്ങനെ ആയാലും? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? എങ്ങനെയാണ് ടാലൻറ്റഡ് ആണെന്ന് രക്ഷിതാക്കളെ ഇത് കാണിച്ചു കൊടുക്കുക? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോൾ അവൻ എവിടെ എത്തി? ഏറ്റവും അവസാനത്തെ ഏതിലെത്തിയ അവസാനത്തെ ട്രാക്കിലേറ്റവും ലാസ്റ്റ് കുട്ടിയാണ്. ഹി ടേൺഡ് ഹിസ് ഐസ് ടുവാർഡ്സ് ദ സ്റ്റാൻഡ്. വീണ്ടും സ്റ്റാൻഡിൻ്റെ നേരെ ഓൻ എന്ത് ചെയ്തു? അവൻ്റെ കണ്ണുകൾ തിരിച്ചു. ക്ലിയർ ആണല്ലോ? റൈറ്റ്. നൗ then he heard Ramnarayan screaming from somewhere. എവിടുന്നോ രാംനാരായൺ വാസ് ഷൗട്ടിങ്, ക്രൈങ് അലോud. ഉറക്കെ വിളിച്ചു പറയുന്ന ഷ്രീൽ വോയിസ്, ഒച്ചയിൽ വിളിച്ചു പറയുന്ന രാംനാരായൺ. ഓൻ കേട്ടത് കമോൺ തരുൺ, കമോൺ, ഓർഡറാ എന്ന് പറഞ്ഞു. ആൻഡ് now so he got up a third time. വീണ്ടും എണീറ്റ് മൂന്നാമത്തെ ഓട്ടം. This surely old determined boy who was lost on the track. ഇപ്പം 12 വയസ്സുള്ള നമ്മളെ ഈ നിശ്ചയദാർഢ്യമുള്ള ഈ കുട്ടി നമ്മളെ തരുണ്, he was last on the track. ഇപ്പോൾ അവൻ എവിടെയാണ്? ട്രാക്കിൽ ഏറ്റവും അവസാനമാണ്. got up, ran with all the strength he had. ശക്തി മുഴുവൻ ഉപയോഗിച്ചോടി. The crowd was cheering for Pawan. എല്ലാവരും ആർപ്പ് വിളിച്ചിരുന്നത് പവന് വേണ്ടിയിട്ടാണ്. The boy who had won the race. He was the winner. അവനാണ് ജയിച്ചത്, മത്സരത്തിൽ ജയിച്ച കുട്ടിയാണ്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. ഏറ്റവും അവസാനം ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്തപ്പോൾ, ക്രോസ് ചെയ്തപ്പോൾ there was louder applause. പവന് കിട്ടിയതിനേക്കാളും കൂടുതൽ ശക്തിയായ കയ്യടിയാണ്, പൊച്ചത്തുള്ള കയ്യടിയാണ് തരുണിന് കിട്ടിയത്. The audience cheered for his determination and his valor for never giving up. എന്തുകൊണ്ടാണ് ക്രൗഡ് അങ്ങനെ ചെയ്ത? ഓഡിയൻസ് എന്തുകൊണ്ടാണ് ഇവനെ പിന്നെ ചെറിയുള്ള കാരണം എന്താണ്? നമുക്കറിയാം, 2 ഗുണമാണ് അവൻ്റെ: ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ്. ബ്രേവറി, തൻ്റെയാണ്, ധീരതയാണ്. വാലർ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോകാനുള്ള, അങ്ങനെ വിട്ടുപോവാത്തതിനുള്ള ആ തൻ്റെ ഇടവും പിന്നെ മനസ്സാന്നിധ്യം അല്ലെങ്കിൽ അവൻ്റെ നിശ്ചയദാർഢ്യത്തൊക്കെ ആൾക്കാർ വല്ലാതെ എന്ത് ചെയ്തു? ചിയർ ചെയ്തു. റെഡിയല്ലേ? ക്ലിയർ ആണല്ലോ?
He bowed his head with shame and said to രാംനാരായൺ, തല താത്തിയിട്ട് അറിയാലോ രാംനാരായണോട് പറഞ്ഞു, ഐ എം സോറി സർ, ഐ ലോസ്റ്റ്. സോറി, ഞാൻ പരാജയപ്പെട്ടു. ക്ലിയർ ആണല്ലോ. നോ സൺ, ടു മീ യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. എല്ലാം ശ്രദ്ധിക്കണേ. രാംനാരായണൻ പറഞ്ഞില്ലേ, മോനെ നീ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ടു മീ യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്, ഏറ്റവും പ്രയാസകരമായ മത്സരം നീ വിജയിച്ചത്. ഏതാ? ദ റേസ് ഓഫ് യുവർ ലൈഫ്. എൻ്റെ ആശയൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. നിൻ്റെ ജീവിതം എന്ന് പറയുന്ന മത്സരം വിജയിച്ചത്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ആഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. വീണപ്പോഴൊക്കെ നീ അപ്പം തന്നെ പുതുതായിട്ട് എന്ത് ചെയ്ത് എണീറ്റ് നീ ഓടിയിട്ടുണ്ട്. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീയാണ് യഥാർത്ഥത്തിലുള്ള ഹീറോ. യു ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമാറോ. നിൻ്റെ ട്രെയിനിങ് നാളെ തുടങ്ങാണ്. ക്ലിയർ അല്ലേ മക്കളെ? അതൊക്കെ അതായത് ജീവിതത്തിൽ നമുക്ക് ചെറിയ വീഴ്ചകൾ വരും. അത് അപ്പം തന്നെ അവിടെ ആ വീഴ്ചയിലവിടെ കിടക്കല വേണ്ടി അപ്പം നമ്മൾ എണീറ്റത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിജയിക്കും. അവർ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. റെഡി അല്ലേ? ഒബ്സ്റ്റക്കിൾസൊക്കെ വരുമ്പോൾ അത് തട്ടി മാറ്റുക. എന്താണോ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക, മുന്നോട്ട് നീങ്ങുക. അതിന് തരുണ് കഴിയും എന്നൊരു കാര്യമായിരിക്കണം നമ്മുടെ രാംനാരായൺ പറഞ്ഞിട്ടുണ്ടാവുക. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുൺ കുഡ് നോട്ട് ബിലീവ് വാട്ട് ഹി ഹേർഡ്. കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്. ടീയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗൈൻ. വീണ്ടും കണ്ണ് നിറഞ്ഞു. എൻ്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷാശ്രമാണ്, അറിയാലോ. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്. അമ്മ അവനെ കെട്ടിപ്പിടിച്ചറിയാലോ. ആ അമ്മയെ നോക്കിയിട്ട് ചിരിച്ചു. അപ്പം അമ്മ പറയാണ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. നീയാണ് ലോകത്തെ ഏറ്റവും നല്ല മകൻ. ഒക്കെ ഒരുപാട് കാര്യങ്ങളുടെ മക്കളെ ഇതിൽ അറിയാലോ. ഒന്ന്, നമ്മൾ വിജയിക്കണേ നമുക്ക് എന്ത് വേണം? ഒരു ഉള്ളിലൊരു അസ്പയർ ഉണ്ടാവണം. നമുക്ക് ഒരു കാര്യത്തിന് ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിജയിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഉപകരിക്കും. റെഡിയാണല്ലോ. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അവിടെ ജീവിതം ഓർഡറിലാവും. റെഡിയല്ലേ? ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കാര്യമായി എടുക്കേണ്ടതില്ല. അത് നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി. തരണം ചെയ്യുന്നിടത്ത് നമ്മുടെ കുടുംബത്തിൻ്റെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ മറ്റ് സമൂഹത്തിൻ്റെയൊക്കെ പിന്തുണ വളരെ പ്രധാനമാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത്. ക്ലിയർ ആണല്ലോ മക്കളെ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. വളരെ നല്ലൊരു മോറലുള്ളൊരു കഥയാണ്. നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മളെല്ലാ കാര്യങ്ങളും, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നമ്മളെല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. അവരെ പിന്തുണയും സപ്പോർട്ടൊക്കെ നമുക്കുണ്ടാവും. അതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ വിഷമങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ 9ാം ക്ലാസ് വരെ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവാൻ വിചാരിക്കുക നമ്മൾ. അതൊക്കെ നമ്മൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ മാറ്റി നമ്മൾ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുള്ള വളരെ നല്ല ഒരു സ്ട്രൈറ്റായൊരു മെസ്സേജ് ഈ കഥയിലുണ്ട്. അത് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് ആ രീതിയിലുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നോ സമ്മറി ഭാഗത്തിൻ്റെ സമ്മറിയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഡെയിലി പ്രാക്ടീസ് ഹി നോട്ട് ഓൺലി ഫെയിൽഡ് ബട്ട് ഓൾസോ ഫിനിഷ്ഡ് ലാസ്റ്റ് ഇൻ ദ റേസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അവന് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടും ഇൻസ്പൈറ്റിൻ്റെ അർത്ഥം ഇൻസ്പൈറ്റ് ഓഫിൻ്റെ പരാജയപ്പെട്ടത് മാത്രമല്ല, ആ ഓട്ടത്തിലേറ്റവും അവസാനമാണ് അവൻ ഫിനിഷ് ചെയ്തത്. സ്റ്റിൽ രാംനാരായൺ അഗ്രീഡ് ടു ട്രെയിൻ ഹിം ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹിസ് സ്ട്രോങ് വിൽ ആൻഡ് പെർസീവറൻസ്. സ്ഥിരോത്സാഹത്തിൻ്റെയോ അവൻ്റെ ആ മനക്കട്ടിയുടെയൊക്കെ പേരിൽ അതൊരു അംഗീകാരമായിട്ട് രാംനാരായണനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പരിശീലിപ്പിക്കാൻ സമ്മതിച്ചു. അറിയാലോ, ദി ഓഡിയൻസ് ചിയർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് വെല ഫോർ നെവർ ഗിവിംഗ് അപ്പ്. നമ്മൾ ചർച്ച ചെയ്തതാണത്. ഹിസ് മദർ ഹഗ്ഡ് ഹിം ആൻഡ് സെഡ് ഹി വാസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ഓക്കെ അല്ലേ? ഇതും നമ്മൾ ഇന്നത്തെ സ്റ്റോറി സോഫാറും കൂടി കഥൻ്റെ ചെറിയൊരു ചുരുക്കമാവും. വിശദമായിട്ട് പഠിക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ വിട്ട എല്ലാ സമ്മറിന് കഴിഞ്ഞ സമ്മറി വിശദമായിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ആ സമ്മറി അല്ലെങ്കിൽ സ്റ്റോറി സോഫാർ ഇതും കൂടി ചേർത്താൽ എന്ത് ചെയ്യും? അതിൻ്റെ മൊത്തത്തിലുള്ള സമ്മറി കിട്ടും. ക്ലിയർ അല്ലേ? Okay, now let us see the questions. There are 3 questions. First one, if you were Tarun, would you finish the race or give it up? Why? നിങ്ങളോട് ചോദ്യം അത്. അപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ തരുണാണെങ്കിൽ നിങ്ങൾ ആ ഓട്ടം ഫിനിഷ് ചെയ്യുമോ അതോ നിങ്ങൾ ഉപേക്ഷിച്ച് പോവോ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് എഴുതാം ഉത്തരം. ഡു യു തിങ്ക് ദ പ്രസൻസ് ഓഫ് ഹിസ് മദർ ആൻഡ് രാംനാരായൺ ഹെൽപ്പ് തരുൺ ഇൻ ഫിനിഷിംഗ് ദ റേസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെയും എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, മറ്റേ കാരണം എഴുതാൻ വേണ്ടത്. ഇവിടെ അതുപോലെ നിങ്ങൾ എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്, എസ് ഓർ നോ എഴുതിയിട്ട് കാരണം എഴുതാൻ വേണ്ടത്. രാംനാരായണൻ്റെയും അമ്മയുടെയും സാന്നിധ്യം അവനെ സഹായിച്ചോ എന്നാണ്. ഇത് പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ അഭിപ്രായം പോലെ എഴുതാം. യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ് എന്ന് രാംനാരായണൻ പറയുന്നുണ്ട്. എന്താ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും? ഈ കാര്യങ്ങളാണ് എഴുതുമല്ലോ, ഒത്തിരി എഴുതിയിട്ടുണ്ടാവുമല്ലോ. Now let us see the sample answers.
ഇവിടെ നിങ്ങൾ സിറ്റുവേഷൻ സങ്കല്പിച്ച് നിങ്ങൾ പറയാൻ വേണ്ടത്. നിങ്ങൾക്ക് യെസ് എഴുതാം, നോ എഴുതാം, എന്നിട്ടൊരു കാരണം എഴുതാം. റെഡിയല്ലേ? ഇവിടെ അതേപോലെ നിങ്ങളോടാ ചോദ്യം. ഇപ്പം നിങ്ങളെ ഇഷ്ടം പോലെ യെസ് ആവാം, അതായത് കൂടുതൽ നന്നാവുക. എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ യെസ് ആണ്. ഇവിടെ അതുപോലെ ഞാനാണെങ്കിൽ യെസ് ആ എഴുതുക. കാരണം എന്തായാലും തരുൺ ചെയ്താണ് ശരിയുള്ള രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരണം അറിയാം, എന്താ ഇവിടെ എന്താ കാരണം ഒരു യെസ് ആണ് ഇതിൻ്റെ കാരണം കൊടുക്കുക നമുക്ക്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മോട്ടിവേഷൻ ഓഫ് ഓർ സപ്പോർട്ട് ഓഫ് മദർ ആൻഡ് രാംനാരായൺ. തരുൺ കുഡ് ഫിനിഷ് ദ റേസ് എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ വ്യക്തം പോലെ ഞങ്ങൾക്ക് എഴുതാം. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? Ramnaran meant that Tarun has been trying hard to do his best in the race in spite of falling thrice by getting up again and again to complete the race. Clear alle? He also hoped that Tarun might face the problems of his life too in the same way, with determination and willpower. Such persons would meet with success in life. Tarun was one such a real life hero. Clear ആണല്ലോ? സിമ്പിൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ ആണല്ലോ? Now dears, first assignment ഇതാണ്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനർ ടു ഇൻ്റർവ്യൂ രാംനാരായൺ എന്നാണ്. രാംനാരായണനെ ഇൻ്റർവ്യൂ നടത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ചോദ്യത്തിൻ്റെ കൂട്ടത്തിനാണ് നമ്മൾ ക്വസ്റ്റ്യനർ എന്ന് പറയാം. പ്രത്യേകിച്ച് സാഹചര്യം തരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർ എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് എസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻ ഒന്ന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യലായിരിക്കണം. അപ്പോൾ അതിനെ പറ്റിയ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക വേണ്ടത്. കഴിയുന്ന മാതിരിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഒരു 10 ചോദ്യങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. You won an Olympic medal in the 400 meters race in the 1960s. What helped you for such a great achievement? Who or what was your inspiration? Want to share some of your childhood experiences അല്ലെങ്കിൽ a memorable experience? എപ്പോഴും ഓർക്കാൻ പറ്റിയ കരിയറിലുള്ള പിന്നെ അനുഭവങ്ങളാണ് ചോദിക്കുന്നത്. Who was your coach? Who identified the talent in you? ആരാ നിങ്ങളെ തിരിച്ചറിഞ്ഞൊക്കെ അറിയാലോ. Did you get support from your family? Did you get support from your family? How did you manage to get a good training? When did you start participating in the national or international level competitions? Are you happy with the national position in the Olympic Games? നമ്മുടെ രാജ്യത്തിൻ്റെ പിന്നെ സ്ഥാനത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടോയെന്നാണ് ഉദ്ദേശിക്കുന്നത്, അറിയാലോ. വാട്ട് ആർ യു സജഷൻസ് ടു ഇംപ്രൂവ് ആ പെർഫോമൻസ്? അങ്ങനെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം സജഷനാണ് നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയും? അത് ഒളിമ്പ്യനാണ്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ 10 ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. Now the next one is write a commentary of the race in which Tarun participated എന്നാണ് അടുത്ത അസൈൻമെൻറ്റ്. കമൻട്രി എന്ന് പറഞ്ഞാൽ is a live description of an event or situation using appropriate vocabulary, intonation, stress and pauses which recreate the real feeling of participating in the event. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് നല്ല വാക്കുകൾ, അതുപോലെ തന്നെ ഇൻ്റർനേഷൻ എന്ന് പറഞ്ഞാൽ റൈസിങ് ഫാളിങ് ടോണാണ്. സ്ട്രെസ്സ് നമുക്ക് ഇംഗ്ലീഷിൽ സ്ട്രെസ് അറിയാലോ, കട്ടി കൊടുക്കുക. അതുപോലെ തന്നെ പോസ് എന്ന് പറഞ്ഞാൽ നിർത്തുക. അങ്ങനെ ആ ഒരു ഇവൻ്റ് പങ്കെടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്ന രീതിയിൽ വളരെ ലൈവായിട്ടുള്ള ഒരു വിവരണത്തിനാണ് റണ്ണിങ് കമൻട്രി എന്ന് പറയാം. എന്താ ഒരു കമൻട്രിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത് കമൻറ്റ് ഓൺ ദ ഡീറ്റെയിൽസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഈവൻറ്റ്. അതിൻ്റെ പിന്നാമ്പുറം പശ്ചാത്തലം അതുപോലെ എൻ്റെ എല്ലാ വിവരങ്ങളും പറയണം. എൻഗേജ് ദ ഓഡിയൻസ്, ഇടയ്ക്കൊരു ചോദ്യങ്ങളൊക്കെ രൂപത്തിലുള്ള അവരങ്ങനെ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ടെൽ പീപ്പിൾ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കാണുന്ന പോലൊരു മെൻ്റൽ ഇമേജ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെന്തിനും വിശദീകരിക്കണം. പേഴ്സണൽ കമൻറ്റ്സ് ആവാം. ലാംഗ്വേജ് സിമ്പിൾ ആൻഡ് ക്ലിയർ വിതൗട്ട് എനി അംബിഗിറ്റി, യാതൊരു ആശയക്കുഴപ്പമില്ലാത്ത വളരെ വ്യക്തമായ ലളിതമായ ഭാഷ ഉപയോഗിക്കേണ്ടത്. മാനർ, അപ്രോപ്രിയേറ്റ് ടോൺ ആൻഡ് വോയിസ് മോഡുലേഷൻ. നല്ല ടോണാട്ടാൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഒച്ചയിൽ പറയാം. ഞങ്ങൾ ഒരു പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ചോദ്യം നമ്മൾ ഒരു WH ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വാട്ട്സ് യുവർ നെയിം എന്നാ ചോദിക്കുക. വാട്ട്സ് യുവർ നെയിം, അതായത് നല്ല ഉയർന്ന് ശബ്ദം കൊണ്ടുവന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരിക, അതൊരു ഫോളിങ് ടോണാണ്. അതേ സമയത്ത് നമ്മൾ ഒരു എസ്വർണ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആർ യു എ ബോയ് അവസാനമാണ് റൈസ് ചെയ്യുക, അപ്പോൾ റൈസിങ് ടോണാണ്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഉയർത്തുക, വോയിസ് മോഡുലേഷൻ ഉണ്ടാവണം. പ്രസൻറ്റ് ടെൻസിലാണ് സാധാരണ എഴുതൽ. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഗിവൺ, ശ്രദ്ധിക്കണം. അപ്പം ഈ ഭാഗം ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് ഇത് നേരത്തെ ചോദ്യത്തിൻ്റെ ബാക്കി, അതുകൊണ്ട് അതിവിടെ കൊടുത്തത് ശ്രദ്ധിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ തരുണിൻ്റെ അവൻ പങ്കെടുത്ത റേസിൻ്റെ കമൻ്ററി പറയാനാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാൻ കുഴപ്പമില്ല. നമുക്കൊരു പെട്ടെന്ന് സാമ്പിൾ നിലനിൽക്കാണ് ഞാൻ അത് തരുന്നത്. റെഡിയല്ലേ? അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. നോക്കുമല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്.
എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് ഒരു കമൻ്ററി പറയുന്ന പോലെ വെൽക്കം ടു ദ നെഹ്റു സ്റ്റേഡിയം ഫോർ വാച്ചിങ് എ വണ്ടർഫുൾ റേസ് ബൈ യങ് അത്ലീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷാല ദിസ് ഇസ് രാജ്കുമാർ ഇൻ ദ കമൻ്ററി ബോക്സ് ടുഡേ ഈസ് 14 November the birthday of Chacha Nehru or the athletes are lined up at the starting point it's a 100-meter race എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യാം ഇതൊക്കെ സാധാരണ ഇതിൽ ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ രീതി നല്ല പിന്നെ വോയിസ് ഒക്കെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് പറഞ്ഞു വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ക്ലിയർ അല്ലേ എഴുതിയെടുക്കേണ്ടതാണ് ഓക്കെ റൈറ്റ് നൗ ഡിയേഴ്സ് ഒരു ചെറിയൊരു കാര്യം കൂടി തരുണിൻ്റെ അമ്മ ഈ നടന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ഛനോട് പറയുകയാണെന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനോട് പറയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും അത് നമ്മളെ സംഭാഷണമാവാം ഇവിടെ ഡയറി ആവാം അതുപോലെ തന്നെ നറേറ്റീവ് എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട് അതിലൊന്ന് നമ്മൾ ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് എഴുതണ്ട മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ റൈറ്റ് ഡിയേഴ്സ് ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് യു ഹാവ് ഡിസ്കസ്ഡ് താങ്ക് യു ഫോർ വാച്ചിങ് meet you again till then goodbye